മക്കളെ നീ എന്ത് ആഹാരം കഴിക്കാതെ ഇവിടെ വന്നിരിക്കുന്നത്? അച്ഛനും അമ്മയും വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. അതാകുമ്പോ അമ്മയെ കൊണ്ട് എന്തെങ്കിലും കുക്ക് ചെയ്യിപ്പിക്കാം. അമ്മ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ആളായി. മണിക്കുട്ടി വേണമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കൂടി മുങ്ങിയത്. മാമി മാമനല്ലേ? ഞാൻ തന്നെ പറഞ്ഞ മുങ്ങാൻ. അച്ഛനും അമ്മയും കൂടെ വന്ന് കേറുമ്പോഴേക്കും മാമി മാമനെ കണ്ട് ശരിയാവൂല. ഒന്നാമതേ മാമൻ നമ്മളെ താരത്തും കല്യാണം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ നല്ല വഴക്കുണ്ട് അമ്മയ്ക്ക്. അമ്മ വന്ന് കേറണം, മാമിയുടെ അടുത്ത് ഓരോന്ന് ചോദിക്കണം. മാമിയുടെ സ്വഭാവം വെച്ച് മാമി തിരിച്ചെന്തേലും പറയണം. അടിയാവും, വഴക്കാവും, ബഹളാവും. പിന്നെ നമുക്ക് ചെവി തല കേൾക്കാൻ പറ്റൂല. അതുകൊണ്ട് പറഞ്ഞു രാവിലെ തന്നെ ഇറങ്ങിക്കോളാം. പറഞ്ഞു നാക്കരുത്തില്ല മക്കളെ. ദോ പറഞ്ഞു എത്ര നാളാണ് നിന്നെ കണ്ടിട്ട്. മോളെ അല്ലേ അമ്മ നോക്കണ്ട. ആരാ? അല്ല അമ്മ നോക്കണ ആളിവിടെ ഇല്ല. ഞാൻ ആരും നോക്കിയില്ലല്ലോ. മണി മണി എന്തോന്ന് വെച്ചാ നീ കാണിച്ചതല്ല. എന്തോ ഞാൻ അവൾ ഒന്നാതെ ദേഷ്യത്തിലാണ് വന്നത്. ഇപ്പൊ നീ വന്ന ഉടനെ അതെടുത്ത് ഇട്ട് കൊടുത്തു. അയ്യോ അമ്മ അമ്മ ഇവിടെ കാര്യം മണി മണി അതെ മാമനെ ഇപ്പൊ പഴയ എണ്ണയൊക്കെ തേച്ചത് കുളിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലടേ. അതെല്ലാം പോട്ട്. നിന്റെ അവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? സുഖം തന്നെ? അവിടെ സുഖമാണ് മാമ, നല്ല രസമാണ്. ഇവിടത്തെ പോലെ ഓഫീസിൽ അങ്ങനെ തിരക്കൊന്നുമില്ല, ടെൻഷനൊന്നുമില്ല. ഓഫീസ് ടൈം കഴിഞ്ഞ് വന്നാൽ ഞാൻ മണിക്കുട്ടിയായിട്ടൊന്ന് പുറത്തൊക്കെ ഇറങ്ങും. ഇവളും ബോറടിച്ച് വീട്ടിരിക്കല്ലേ. നമ്മുടെ നാട്ടിൻപുറം പോലെ തന്നെ. പിന്നെ എന്തൊക്കെയാണ്, പുഴയുണ്ട്. പുഴയുണ്ടാ? നീ അവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പോവൂ? കുളിക്കാനൊന്നും പോയില്ല, ഞങ്ങൾ അതുവഴിയൊക്കെ നടക്കും എപ്പോഴും. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നല്ല പ്യൂർ സാധനമാണ്. പാല് ഇതുപോലത്തെ കവർ പാലല്ല, പശു പാല് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കും. സൊസൈറ്റിയിൽ ഓരോരുത്തർ വീട്ടിൽ ഈ പശുവിനെ വളർത്തി പാലുകൊണ്ട് കൊടുക്കും, നമുക്ക് തരും. നല്ല രസമാണ്. പിന്നെ ഭയങ്കര തണുപ്പാണ് അവിടെ. പിന്നെ മാമ അവിടെ നല്ല വർഷാപ്പ മേച്ചിനിമാരൊന്നും ഇല്ല. അതെങ്ങനെ ഉണ്ടാവും? ഞാൻ അവിടെ ഇരിക്കുകയല്ലേ. അച്ഛാ, ഈ അമ്മയ്ക്ക് ഇതെന്തിന്റെ പ്രശ്നമാണ്? മണിക്കുട്ട മാമന് ഇഷ്ടമുള്ള ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ച്. മാമന് ഇത്രയും പ്രായമായില്ലേ, എന്നായാലും കെട്ടണ്ടേ? അതിന് ഇത്ര ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? അത് മക്കളെ നിനക്കറിയല്ല, മാമനുള്ള ഒരേ ഒരു പെങ്ങളാണ് മണിക്കുട്ടി. ഈ മണിക്കുട്ടന്റെ കല്യാണത്തെ പറ്റി ഈ പെങ്ങൾക്കും അപ്പൂപ്പനും ഒക്കെ നല്ല ധാരണയുണ്ട്. അവർ നല്ല പ്ലാനിങ്ങിലായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ടാണ് ഈ മണിക്കുട്ട അതൊക്കെ തകർത്ത് കളഞ്ഞത്. അതിന്റെ ഒരു പരിഭവം അത്രേ ഉള്ളൂ. അങ്ങനെ ഇത്ര പരിഭവപ്പെടാൻ ഇരിക്കുന്നത്? അപ്പൂന്റെ കാര്യം തന്നെ നോക്ക്. അവര് വന്ന് കയറിയപ്പോ സന്തോഷപൂർവ്വം അപ്പൂ അകത്തേക്ക് സ്വീകരിച്ചത് അല്ലേ? അടേ, എന്തായാലും അവർ തമ്മിൽ സ്നേഹിച്ച് സന്തോഷമായിട്ട് കഴിയട്ട്. നമ്മളായിട്ട് ഇനി അവിടെ ഒരു വിരോധവും ഭാവമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. നമ്മുടെ രാമന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. എന്തെല്ലാം പോകിത്തനങ്ങൾ വീട്ടിൽ കാണിച്ച് ഞാൻ ക്ഷമിച്ചില്ലേ? അപ്പൂന്റെ കാര്യം ആലോചിച്ച് നോക്ക്. അപ്പു എന്തൊക്കെ പോക്കറ്റാണ് ഇവിടെ കാണിക്കുന്നത്. രാമങ്ങൾ ക്ഷമിക്കുന്നില്ലേ? കണ്ട 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 ഇതിന്റെ ഇടയിൽ അവള് എനിക്കിട്ട് താങ്ങി. അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത് നമ്മൾ ഓരോരുത്തരും തെറ്റ് കാണിക്കും, ഓരോരുത്തരും ക്ഷമിക്കണം എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്നാലും ഈ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ മക്കളെ, അതെ ഈ മണിക്കുട്ടിയെ ഇപ്പൊ കുറച്ച് ദേഷ്യത്തിരിക്കാണ്. ശാലം കഴിയിട്ട് മനസ്സൊക്കെ ഒന്ന് ശാന്തമാകട്ടെ, എല്ലാം നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. അവളുടെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് അറിയാതെ ഇങ്ങനെ വന്നപ്പോ ഉള്ള ഒരു പ്രയാസം അത്രേ ഉള്ളൂ. അമ്മയെ പോയി നോക്കിട്ട് വരാം. ശരിയാവൂല്ലേ? പിന്നെ പാവമാണ് മണിക്കുട്ടി. അവള് പിന്നെ ഈ സഹോദരന്റെ കല്യാണത്തിന് നിന്ന് എല്ലാം അവള് നിന്ന് മുൻകൈ എടുത്ത് ചെയ്യണം എന്നുള്ളതല്ലേ അവളുടെ ആഗ്രഹം. ഇപ്പം പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നടന്നില്ലേ? ഇപ്പോഴെന്തോന്ന് എന്താ ഇത് അറിഞ്ഞപ്പോ എന്തായിരുന്നു? പിന്നെ ഞാൻ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചല്ലേ കൊണ്ടുവന്നത്. പക്ഷെ ഇടയ്ക്കൊക്കെ ഇത് വിതുമ്പും കേട്ടാ. മണിക്കുട്ടൻ ചേട്ടന്റെ കല്യാണത്തിന് കൂടാൻ പറ്റിയില്ല, ഞാൻ ആഗ്രഹിച്ച പോലെ നടന്നില്ല എന്നൊക്കെ പറഞ്ഞു. പാവമാണ് അവള് മണിക്കുട്ടി. പാവം തന്നെ പറ്റിപ്പോയി. ഇപ്പം പറഞ്ഞിട്ട് കഥയില്ല. എന്ത് ചെയ്യാൻ? അമ്മ 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 ഈ ചെയ്യണ്ട ശരിയല്ല കേട്ടോ അമ്മ. എന്തിനമ്മ? ശരിയായിട്ടങ്ങ് ചെയ്, കാണട്ടെ. കുറച്ച് ദിവസം അടുപ്പിച്ച് വീട്ടിലെ കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് അവളെന്നെ പഠിപ്പിക്കാൻ വരണം. അയ്യേ അമ്മ, അതല്ല. പിന്നെ ശ്രീകുട്ടി മാമിയുടെ കാര്യം മാറും. നീ കുറെ നേരമായിട്ട് ശ്രീകുട്ടി മാമിയുടെ വക്കാലത്തും കൊണ്ടുവരാൻ. നീ മാമിയൊന്നും വിളിക്കണ്ടല്ലോ. അവർക്ക് കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരികയാണ്. ഓ മാമി, എന്നോട്ട് മാമിയൊക്കെ വന്നത്? മാമന്റെ ഭാര്യയായി പോയില്ലേ അമ്മ? അല്ല അമ്മ
ഈ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം സംസാരിച്ചു വരുന്നത് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നത്. അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്റെ വിഷമമൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. അതെങ്ങനെ മനസ്സിലാവും? നിനക്ക് സ്വന്തമായിട്ടൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ ആ സഹോദരന്റെ വിവാഹത്തിനെ പറ്റി നീ ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുന്ന സമയത്ത് അവൻ ഏതെങ്കിലും ഒരുത്തിയെ വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ നിനക്ക് മനസ്സിലാവും ആ വിഷമം. മനസ്സിലായോ? എന്റെ വിഷമേ ഒരിക്കലും മാറാൻ പോണില്ല. എന്തൊക്കെ ആഗ്രഹമായിരുന്നു എനിക്ക് എന്റെ ചേട്ടനെ പറ്റിയിട്ട്. അമ്മ അതൊക്കെ അങ്ങ് വിടമ്മ. അതൊന്നും വിടാൻ പറ്റൂല മക്കളെ. നീ ഇവിടെയും വന്നാ നീ എന്തിനടി എപ്പോഴും അമ്മയെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് വന്ന് നിൽക്കുന്നേ? എടി ഞാൻ ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നീ വന്ന് കൊളാക്കാതിരുന്നാൽ മതി. അയ്യോ സമാധാന അന്തരീക്ഷം അത് ഞാൻ ഇപ്പൊ കണ്ട്. ഇതൊന്ന് ഓ അമ്മ അമ്മ ഇപ്പോഴും പിണക്കം വെച്ചോണ്ടിരിക്കുക. നമ്മ സമാധാനപ്പെടമ്മ. ഇവിടെ ഇപ്പൊ ഒരു സമാധാന പ്രശ്നങ്ങളും ഇല്ല. ഇനി നിങ്ങളായിട്ട് സമാധാനക്കേട് ഉണ്ടാക്കാതിരുന്നാ മതി. ഇവിടെ വാ. അമ്മ ആ അമ്മയ്ക്കൊരു കാര്യം അറിയോ? എന്തോന്നു? ഇവിടെ ചിരിച്ചോണ്ട് കഴുത്തിറക്കുന്ന ചില ആൾക്കാരുണ്ട്. എന്തോന്നു എനിക്ക് മനസ്സിലാവണില്ലേ? അത് എന്നെ ഉദ്ദേശിച്ചായിരിക്കും നീ പറഞ്ഞത് അല്ലേ? നിനക്ക് എത്ര ബുദ്ധി ഉണ്ടായിരുന്നാ? നീ തന്നെടി ഉദ്ദേശിച്ചു. എടി നിന്നെ പോലെ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് നീ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ. എടി നിന്നെ പോലത്തെ കുരുത്തുരുമ്പൊന്നും എനിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കമ്മി തലിക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല. എടി അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ കഴിവാണ്ടി. പിന്നെ ഭയങ്കര കഴിവല്ലേ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടായിക്കൊണ്ട് നടക്കുന്നത്. നിനക്ക് കഴിവില്ല. എന്തോ അത്? ഇതെന്തോന്ന് അറിയാലോ? നല്ല പഴുത്ത ചട്ടുകൊണ്ട് രണ്ടിടത്തിന് അവസാനത്തിൽ വെച്ച് പഠിപ്പിച്ചിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും അടുക്കള വന്ന് ബഹളം ഉണ്ടാക്കല് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അമ്മ ഞാൻ എന്തോന്ന് മിണ്ടരുത്. പൊക്കോ. ഒരു സമാധാനം തരാത്ത രണ്ടെണ്ണം. പോവാനാണ് പറഞ്ഞത്. ഭഗവതി. മണി. ഓ എന്താ മണി? പിന്നെ എന്തായാലും മണിക്കൂറിന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങ് അംഗീകരിക്കണ്ടേ? എങ്ങനെ അംഗീകരിക്കണോന്ന്? അങ്ങനെ ചില നാട്ടു നടപ്പൊക്കെ ഇല്ലേ, അതുപോലെ നമ്മൾ ചെയ്യണ്ടേ? എന്തോന്നാണ് മനസ്സിലിരിപ്പ്? അതനുസരിച്ച് ഞാൻ ഉത്തരം പറയാം. മറ്റേക്ക് പറഞ്ഞേ എന്തോ ഉദ്ദേശിക്കണമെന്ന്. എടി അവര് കല്യാണം കഴിച്ചു, നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതുപോലെ തന്നെ അവരെ വിളിച്ച് ഒരു നല്ലൊരു സദ്യ, ഒരു വിരുന്ന് കൊടുക്കണ്ടേ? പിന്നെ അടുത്ത ബന്ധുക്കളെയും വേണ്ടപ്പെട്ട കൂട്ടുകാരെയും വിളിച്ചു ഒരു റിസപ്ഷനും കൂടെ നടത്തണ്ടേ? അയ്യോ, സകല ബന്ധുക്കളുടെ അനുവാദത്തോടു കൂടി ജാതകം നോക്കി മുഹൂർത്തം കുറിച്ച് കല്യാണം കഴിച്ചാണല്ലോ. അയ്യോ, തോന്നിയസത്തിന് വിളിച്ചോണ്ട് വന്നതാണ് അതിനെ. ഇനിയിപ്പോ ചടങ്ങ് നടത്തണം. ഒരു ചടങ്ങിന്റെ ആവശ്യമില്ല രവിയേട്ടാ. എന്തായാലും കല്യാണം നടന്നോ? ആരറിഞ്ഞാലും ആരറിയാതെ നടത്തിയായിരുന്നാലും ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്തോന്ന് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നീ എന്തോന്ന് മണി ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ ഒരേ ഒരു ആങ്ങളെയാണ് എന്റെ അളിയനും. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു ചിന്ത അങ്ങേർക്കുണ്ടായില്ലല്ലോ. നാട്ടുകാരെ മുന്നിൽ തല ഉനിക്കേണ്ടി വന്നത് ആര്? രവിയേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം, ഒരു ചടങ്ങ് നടത്തേണ്ട ആവശ്യമില്ല. ഇതങ്ങനെ അങ്ങ് പോയാൽ മതി. പിന്നെ അംഗീകരിച്ച് ആരതി ഒഴിയാൻ വേണ്ടിട്ട്. എന്തോന്ന് മണി, ആ ശ്രീകുട്ടി എന്തോ ഒരു കുഴപ്പം? നല്ല കുട്ടിയല്ലേ? അയ്യോ, എന്തൊരു തങ്കപ്പടം പോലത്തെ കൊച്ച്. എന്റെ രവിയേട്ടാ, ശ്രീകുട്ടി എന്നുള്ള പേരേക്കുമ്പോൾ തന്നെ എനിക്ക് കാലിന്ന് പെരുത്തൂരെന്ന് അറിയാലോ. പണ്ട് വാടകക്കാരിയായിട്ട് ഇവിടെ താമസിക്കുമ്പോ എന്റെ അടുത്ത് എന്തൊക്കെ പോരെടുത്തിട്ടുണ്ട്. ഇനി നാത്തൂനായി വന്നാൽ ഞാൻ എന്തൊക്കെ സഹിക്കണം ഓർക്കണ്ടോ? അവളെ വിചാരം എന്തോന്നാണ്? ഒരു SI അല്ലേ? വിചാരം കണ്ടു കഴിഞ്ഞാൽ മറ്റേ IPS ആരെയാണെന്ന് തോന്നും. ഇതൊക്കെ നിന്റെ തോന്നലാണ്. പിന്നെ അല്ലാതെ മണി, ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ട ആൾക്കാരാണ് കേട്ടോ. ഒന്നും ചെയ്യണില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. എന്റെ ഇഷ്ടം തന്നെ ചെയ്യണം. എന്റെ സഹോദരന്റെ കാര്യമില്ല, ഞാൻ തീരുമാനിച്ചോളാം. നീ കടന്ന് ഉറങ്ങാൻ നോക്ക്. എന്റെ പണി ഇരുന്നിട്ട് ഞാൻ ഉറങ്ങും. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, വാശി വെച്ചോണ്ടിരിക്കാൻ. സ്വന്തം സഹോദരിയുടെ കാര്യം വന്നപ്പോ ഞാൻ കണ്ടത് തന്നെ. കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ? പാവം മണിക്കൂട്ടൻ. ഇനി സദ്യയും കൊടുത്ത് വിരുന്നും കൊടുത്ത് ഹണിമൂണും കൂടെ കൊണ്ടുപോവാ. മതി, നിർത്ത്. നീ ലൈറ്റ് ഓഫ് ചെയ്യും. ഇത് കൊണ്ട് വെച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്യും. വലിയ ദേഷ്യം. ഇതെങ്ങനെ ശരിയാക്കും? മണിക്കുട്ടന്റെ കാര്യമാണ്. ഞാനാണെങ്കിൽ ഇന്നലെ അവളോട് പറഞ്ഞു, പക്ഷെ അവൾ അമ്പിനും വില്ലിനും അടുക്കില്ല. മണിക്കുട്ടി ദേഷ്യം വന്നിട്ട് പോയി. സോറി മാമ, ഞാന് പെട്ടെന്ന്. എന്റെ അപ്പു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അപ്പു ആ സ്കൂട്ടർ ഡ്രൈവറും കൂടെ ഒരുമിച്ചാണോ ജനിച്ചിങ്ങോട്ട് വന്നത്? ആ തൊട്ട് കഴിഞ്ഞാൽ ഭൂകമ്പാണല്ലോ. ഇതെന്റെ അന്നം കേട്ടാ. അന്ന ആരെ അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യം മണിക്കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതെ, ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചു. അമ്മ എനിക്കും പിടി തറഞ്ഞില്ല. ഇനി ഒരേ ഒരു വഴിയുള്ളൂ, ഉണ്ണിയപ്പോ സംസാരിക്കണം. ഞാനാ ഉണ്ണിയപ്പോ
അപ്പൂന് ഇത്രയും പ്രായമായില്ലേ, അപ്പൊ ആ പ്രായത്തിന്റെങ്കിലും പരിഗണന തരാതിരിക്കൂല. ചിലപ്പോ അപ്പു സംസാരിച്ചു നോക്കിക്കഴിഞ്ഞാ ഈ പ്രശ്നമൊക്കെ അങ്ങ് സോൾവ് ആവും. നിങ്ങൾ പോയി സംസാരിച്ച പ്രശ്നം തീരുന്നില്ല, ഇനി ഞാൻ പോയി സംസാരിച്ച എങ്ങനെ തീരും? അല്ല മാമ, മോള് പറഞ്ഞ കാര്യമുണ്ട്. മാമൻ പറഞ്ഞ മണി ചിലപ്പോ കേക്കും. അപ്പൊ പോ പോ, ഈ മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടും എന്നാണല്ലോ. അതെ, മാമൻ ചെല്ലേ, മാമൻ സംസാരിക്കും, ചെല്ലേ. ഞാൻ പോയി പറഞ്ഞോളൂ, കേക്കൂടെ? ഞാൻ പോവാം, പക്ഷെ നിങ്ങൾ എന്റെ കൂടെ വരണം. ഞങ്ങൾ വരാം. നോക്കട്ടെ, പറഞ്ഞു നോക്കാം. എനിക്ക് തോന്നുന്നില്ല. കുളമൊക്കെയുള്ളൂ മോളെ. എന്തുവാ മക്കള് കറിക്കരിയണ? ഓ, കിച്ചടി ഉണ്ടാക്കാനായിട്ട് വെള്ളരിക്ക ഇട്ടുകൊണ്ടിരിക്കണം. ശരി മക്കളെ. മക്കളെ, എന്തുവാ? ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ്. എനിക്ക് മനസ്സിലായി, മാമന്റെ വരവും പരിങ്ങലൊക്കെ കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. മണിക്കുട്ടൻ ചേട്ടന്റെ കാര്യമല്ലേ? തന്നെ. എനിക്കറിയാം. എന്തിനു മക്കളെ ആവശ്യമില്ലാതെ ഇങ്ങനെ പിണങ്ങണം? എന്തിനാവശ്യമില്ലാതെ പിണങ്ങണെന്ന? അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്റെ ചേട്ടനോട് ഒരു പിണക്കവും ഇല്ല. ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടെന്നുള്ള സത്യം തന്നെ. പക്ഷെ മറ്റേ സാധനം ഉണ്ടല്ലോ, ശ്രീകുട്ടി, അതിന്റെ പേര് കേൾക്കുമ്പോഴേ എനിക്ക് കാലിന്ന് പെരുത്തു വരും. കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി പിണക്കമൊക്കെ വച്ചൊന്ന് നടക്കണോ? എന്തോന്ന് കഴിഞ്ഞ് ഇപ്പൊ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇത് ഉടനെ ഒന്നും തീരുമെന്ന് തോന്നല്ല. ഈ പ്രശ്നം തീർക്കാൻ നമ്മൾ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റും. ഇനിയിപ്പോ എന്തോന്ന് വഴി കണ്ടുപിടിക്കുക? ശരി, പച്ചടി എന്തിന്? കിച്ചടി. കിച്ചടി, ശരി, നടക്കട്ടെ മക്കളെ. ഇല്ല മാമ, സീനാണല്ലേ. ഓ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓ, ശരി 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 അമ്മ. എന്ത് മക്കളെ? മാമൻ പറയണേ, അമ്മയെ പോലെ മാമിയോടെ ഭയങ്കര സീനാണെന്ന്. നാത്തും പോര് തുടങ്ങിയല്ലേ, പൂരം കാണാൻ പോണല്ലേ ഉള്ളൂ. പേടിക്കണ്ട മാമ, ഒന്നും കുഴപ്പമില്ല. കുഴപ്പമില്ലേ? അല്ല മാമ, ഇവര് രണ്ടുപേരും ഇങ്ങനെ വാശിയും ഭാര്യയായിട്ട് നിന്നാലേ ബുദ്ധിമുട്ടാവും. കുറെ ബുദ്ധിമുട്ടേണ്ടി വരൂടെ. പക്ഷെ ആ രാമൻ ചെറുക്കൻ ഇവിടെ ഇല്ലാതായി പോയല്ലേ. അവൻ ചിന്നുവിനെ വിളിച്ചുകൊണ്ട് ചാച്ചിയുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അല്ല, അവൻ ഉണ്ടെങ്കിൽ ശരിയാവല്ല. ഉണ്ടെങ്കിൽ സംഭവം ശരിയാക്കുമായിരുന്നു. ഐഡിയ വരുമായിരുന്നു അവന്. എങ്ങനെയെങ്കിലും ഇവരെ തമ്മിൽ മിണ്ടിപ്പിക്കണമല്ല. എങ്ങനെ? ഞാൻ ആലോചിക്കട്ടെ. പറയടി, എന്തിനാണ്? മാമൻ അവിടെ എന്തൊക്കെ വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്, അതുപോലെ നമ്മളും എന്തെങ്കിലും ട്രൈ ചെയ്തേ പറ്റൂടെ. നമ്മളെന്തോന്ന് വിദ്യ ട്രൈ ചെയ്യാൻ? ആലോചിക്കട്ടത്. അവിടെ ആലോചിക്കട്ടെ. എന്റെ ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾ എന്റെ കൂടെ നിക്കണം. നീ പറ. അച്ഛന് ഹാർട്ട് അറ്റാക്ക്. അയ്യോ, എപ്പോ? മണ്ടത്തരം പറയില്ലേ അച്ഛാ. അച്ഛന് അറ്റാക്ക് വരുന്ന പോലെ അച്ഛൻ അഭിനയിക്കുന്നു. അഭിനയിക്കാനാ? ഞാനാ അഭിനയിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും അങ്ങ് ചെയ്യേ, ഞാൻ പറഞ്ഞുതരാം. അതെ, ഞാൻ അഭിനയിച്ച മണിക്ക് മനസ്സിലാവും. അതൊന്നും മനസ്സിലാവൂല. അവള് പറയുമ്പോലെ മോള് പറ. അപ്പൊ അച്ഛൻ അറ്റാക്ക് വരുന്നു. അപ്പൊ ഞാനും ഉണ്ണിയപ്പം കൂടി ഇവിടെ കിടന്ന് വിളിക്കുന്നു, അമ്മ അമ്മ ഓടി വാ, അമ്മ അച്ഛൻ അറ്റാക്ക് വന്നേന്ന് ഉറക്കിടന്ന് വിളിക്കുന്നു. അപ്പൊ ഉടനെ അമ്മ ഓടി വരുന്നു. അപ്പൊ നമ്മൾ പറയും, അയ്യോ അയ്യോ അമ്മ, മണിക്കൂട്ടി മാമനെ വിളിക്കും, മണിക്കൂട്ടി മാമനെ വിളിക്കും. നമ്മള് വെപ്രാളത്തിൽ പറയും. അപ്പൊ എന്ത് ചെയ്യുന്നു? അമ്മ മാമനെ വിളിക്കുന്നു. നമ്മൾ പറഞ്ഞ പ്രകാരം മാമൻ എന്ത് ചെയ്യുന്നു? കോൾ എടുക്കുന്നില്ല. പിന്നെ അപ്പൊ നമ്മൾ വീണ്ടും പറയുന്നു, അയ്യോ മാമി വിളിച്ചു നോക്ക്, മാമി വിളിച്ചു നോക്കാൻ. അങ്ങനെ എന്ത് ചെയ്തു? അമ്മ മാമിയെ വിളിക്കുന്നു. അങ്ങനെ ഇവര് നമ്മൾ സംസാരിക്കുന്നു, സോൾവ് ആവുന്നു. കൊള്ളാം കേട്ടാ. അല്ല, വേറെ കാര്യം, എനിക്ക് ഈ നെഞ്ചുവിനൊന്നും വന്നില്ല, അറ്റാക്ക് വന്നില്ല എന്ന് മണി അറിയുമ്പോഴും അതച്ഛന്റെ വിധി. അങ്ങനല്ല, പല ഗ്യാസ് എന്താണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാം. ഗ്യാസാ? അത് തന്നെ ഗ്യാസ് തന്നെ. കോളാക്കുന്നാണ് തോന്നണം. ശരിയാവോ? പിന്നെ ശരിയാവും. അവള് പറയുമ്പോൾ കേട്ടാ മതി.
അതെ മാമ, എനിക്ക് എന്ത് വേദന വന്നാലും അത് മണിക്ക് മനസ്സിലാവും. പക്ഷെ ഇത് അഭിനയമാണെന്ന് അറിയുമ്പോഴേ എനിക്ക് അതാണ് ഒരു പേടിയാ. അതങ്ങനെ മണിക്ക് മനസ്സിലാവണേ? മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടാവല്ലോ. അത് മണിക്ക് അറിയാം. മാത്രമല്ല ഞാൻ കള്ളത്തരം പറയുകയാണെങ്കിൽ മണിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ പോണേ കേട്ടോ. ഇല്ല കന്നഡ മനസ്സിലായി. എന്തൊരു കുഴപ്പം സമാന പുള്ളി. ഓ ഇവന്റെ കാര്യം. അപ്പം അഭിനയിക്കല്ലേ? ഓ നെഞ്ചുവേന. ഓ ശരി, മോള് പറഞ്ഞല്ലോ. ആ കുഴപ്പമൊന്നുമില്ല. ആ ഓ ഓ ഓ അങ്ങനെ. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. എല്ലാം പറ്റി കിടക്കാം. ആ ആ ആ എന്നിട്ട് അതന്നെ അങ്ങനെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഓ കുറെ ദിവസമായില്ല ഇവിടെ നിന്നിട്ട്. അതെ ഞാൻ വിളിക്കാം കേട്ടാ. മോള് വന്ന് എന്തോ പറയണം. ശരി ശരി, എല്ലാവരോടും അന്വേഷണം പറയും കേട്ടാ. ഓക്കെ ശരി. ഹിന്ദുവടി ഫോൺ വിളിച്ചോണ്ടിരിക്കണ നിനക്ക് കണ്ടൂടെ? അത്യാവശ്യ കാര്യം അത്യാവശ്യം. അവിടെ എല്ലാവരും കൂടി ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എന്തിനെന്നറിയോ? അമ്മയും മാമിയുടെയും തമ്മിലുള്ള പിണക്കം മാറ്റാൻ. അതിന്റെ മാസ്റ്റർ ബ്രെയിൻ പിങ്കിയാണ്. സ്വാഭാവികം. അവക്ക് തന്നെയാണ് വലിയ സൂക്കേട്. അവള് ഇന്നലെ തൊട്ടേ തുടങ്ങിയതാണ്. പുറകെ വന്നു മാമിയായിട്ടുള്ള വഴക്കുണ്ടാക്കല് മാറ്റാൻ വേണ്ടിട്ട്. അത് മാത്രോ? എന്താണ് അവര് പ്ലാൻ ചെയ്യണേന്നറിയോ? എന്തോന്നു? അച്ഛന് അറ്റാക്ക്. അച്ഛന് അറ്റാക്ക് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വെപ്രാളവും ഇതൊക്കെ പേടിയൊക്കെ വരുമല്ലോ. അപ്പൊ അമ്മ ആരെ വിളിക്കും? മാമനെ വിളിക്കും. മാമനെ വിളിക്കുമ്പോ മാമൻ ഫോൺ എടുക്കില്ല. എടുക്കാതെ വരുമ്പോ പിന്നെ ആരായിരിക്കും വിളിക്കുന്നത്? മാമി. അപ്പൊ നിങ്ങൾ തമ്മിൽ എന്താവും? സംസാരം ഉണ്ടാവും ഇല്ലേ? അപ്പൊ ഈ ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ തമ്മിൽ ഒന്നാവും. അതാണ് അവരുടെ പ്ലാൻ. എങ്ങനെയുണ്ട്? ഒന്നാവും. കാണിച്ചു കൊടുക്കാം. ഇനി പ്ലാനിങ് അല്ലേ? മാമ വിശ്വസിക്കോ? നീ വിളിച്ചാ മതി. അമ്മ ഇപ്പൊ അടുക്കളയായിട്ട് പോയിട്ടുണ്ട്. വിളി തുടങ്ങിക്കോ. അയ്യോ മണി ഓടിവോ. മണി എനിക്ക് നിന്റെ തലയിലിരിക്കുന്നത്. മണിക്കുട്ടി മണി ഓടിവാ. മണി അയ്യോ അമ്മ ഓടിവാ. അച്ഛനെ നെഞ്ചു കളിക്കണേ. അയ്യോ അമ്മ ഓടിവാ. ഇങ്ങനെ കേൾക്കുള്ളൂ. തൊണ്ട പൊട്ടി എന്റെ നന്നായിരിക്കണം. കണ്ടിരി മണിക്കുട്ടി. അമ്മ ഓടിവാ. അച്ഛനെ നെഞ്ചു കളിക്കണം. മണി എനിക്ക് നെഞ്ചു വരിക്കുന്നു. മണിക്കുട്ടിനെ ഞാൻ രാമങ്ങളെ വിളിച്ച അമ്മ മണിക്കൂട്ടെ പോ. മാമനെ ഒന്ന് വിളിയമ്മ. പോ അമ്മ. മണിക്കൂട്ട് മാമനെ ഫോൺ എവിടെ? ഫോൺ അവിടെ അയ്യോ മാമനും മണിക്കൂട്ട മാമനും അങ്കളും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ. അതുവരെ അച്ഛൻ എങ്ങനെ ഈ വേദന സഹിച്ചോണ്ടിരിക്കും? നമുക്ക് ഇപ്പൊ തന്നെ വണ്ടി പിടിക്കാം. വണ്ടി പിടിക്കണ്ട. ആരുമില്ലല്ലോ അച്ഛനെ എടുത്ത് കയറ്റിക്കൊണ്ട് പോവാ. അയ്യോ അതെന്തിനു മാമന് വിളി വന്ന് ഇനി അവിടെ നിന്നൊക്കെ വരുമ്പോ ഒരുപാട് സമയം എടുക്കും. നമുക്ക് അയൽഭാഗത്തുള്ള ആരെങ്കിലും വിളിക്കാം. വേണ്ട അയൽക്കാരൊന്നും കുഴപ്പമില്ല. ഞാനും കൂടി ഇരിക്കുകയില്ല. ഞാൻ പിടിച്ചോളാം. മാമനെ വിളി മോളെ. അമ്മ ഓടിവാ. മാമനെ കിട്ടിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും മണിക്കുട്ട മാമനെ അല്ല, ആംബുലൻസ് 108 വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ വരും കേട്ടോ. അയ്യോ ആംബുലൻസ് വേണ്ട. ആംബുലൻസ് വേണ്ടേ? ആംബുലൻസ് അല്ലേ വിളിക്കണ്ടേ? അയ്യോ ആംബുലൻസിന്റെ ശബ്ദം അച്ഛന് ഇഷ്ടമല്ല. പേടിയാണ്. ശബ്ദം ഇല്ലാതെ പോയിപ്പിക്കാം. കുഴപ്പമില്ല കേട്ടോ, പേടിക്കണ്ടേ. ഇപ്പൊ വരും കേട്ടോ. അത് പറ്റൂല. അത് വേണ്ട. ആംബുലൻസും വേണ്ട. ആംബുലൻസ് വേണം. ആശുപത്രി കൊണ്ടുപോയാലും ഇത് സർജറി ചെയ്യേണ്ടി വരും. ഉടനെ സർജറി, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്താലേ മാറുള്ളൂ. മാമിയെ വിളി. മാമി എന്തിനാ വിളിക്കണത്? മാമി ഓപ്പറേഷൻ ചെയ്യുന്നത്. വേണ്ട. മണിക്കുട്ടനെ ശ്രീകുട്ടിയൊക്കെ വിളി. അവര് വന്നാ മതി. മണിക്കുട്ടനെ ശ്രീകുട്ടിയൊന്നും വിളിക്കണില്ല. ഇത് ഡോക്ടർ മതി. ഞാൻ ഹാൻഡിൽ ചെയ്തോളാം കേട്ടല്ലോ. അത് വേണ്ട. അത് വേണം. എന്ത്? മണിക്കുട്ടനെ വിളി മോളെ. മണിക്കുട്ടനല്ലേ? അതെ, നിങ്ങളുടെ സകല കളിയും പൊളിഞ്ഞു. ഞാനേ എല്ലാം ഒളിഞ്ഞെന്ന് കേട്ടു. ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മതി അഭിനയം. നിങ്ങൾക്ക് എവിടെ നെഞ്ചു വേണമെന്ന് പറഞ്ഞേ? അതാണ്, അവിടെയാണ് അറ്റാക്ക് വന്നത്. നെഞ്ചു വേനല്ലേ? മണി ഞാൻ പറയാം. പിന്നെ നീയും ശ്രീകുട്ടിയും കൂടി ഇങ്ങനെ സ്നേഹമായിട്ട് പോട്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് ഇവള് പറഞ്ഞപ്പോ ഞാനും കൂടെ കൂട്ടിയതാണ്. അത് തന്നെ ഞാൻ ഇങ്ങോട്ട് വാ, കുറച്ച് കാര്യം പറയണ്ട്. വേണ്ട, ഇല്ല വന്നാണ് കേട്ടോ. കുഴപ്പമില്ല. ഇപ്പൊ മാറി വരാനാണ് പറഞ്ഞത്. പൊയ്ക്കോ. മണി നെഞ്ചു വേനല്ലേ?
ഏകദേശം ഈ ഭാഗത്തേറ്റല്ലേ വാ വാന്ന് ഹേയ്, നീ വരാനല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വാ റിങ്കി എന്തോ ആംബുലൻസ് ക്യാൻസൽ ചെയ്തോ? ഇല്ല എന്തായാലും നന്നായി. ആവശ്യം വരും ഉടനെ.